അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23 മുതൽ 26 വരെ. അതിങ്ങനെ വായിക്കുന്നു: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം തന്നിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിച്ചു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ തട്ടി വീഴേണ്ടതാകുന്നു. വായിച്ചു കേട്ട വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ്റെ കുറ്റവിചാരണയ്ക്കായി റോമൻ കൈസരുടെ മുമ്പിൽ നിൽപ്പാൻ 276 പേരടങ്ങിയ ഒരു സംഘവുമായിട്ടുള്ള യാത്രയാണ്, കപ്പൽ യാത്രയാണ്. ഈ കപ്പൽ യാത്രയിൽ താൻ അനുഭവിച്ച യാതനകൾ, കഷ്ടങ്ങൾ അനേകമാണ്. പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. പട്ടിണി ഉണ്ടായിട്ടുണ്ട്, ഭയമുണ്ടായിട്ടുണ്ട്, ധാരാളം യാതനകൾ സഹിച്ചു. ശതാധിപനായ യൂലിയസിനെ തൻ്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര. എന്നാൽ താൻ ആരംഭം മുതൽ, ഈ കപ്പൽ യാത്ര അനേക ദിവസത്തെ യാത്രയാണ്, ആരംഭം മുതൽ തനിക്ക് നേരിട്ട വിഷയങ്ങളെപ്പറ്റി താൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യമാണിത്. താൻ കണ്ടുമുട്ടിയത് എന്താണ്? പലതരത്തിലുള്ള കൊടുങ്കാറ്റുകളെയാണ് കേട്ടത്. നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും ഈ കൊടുങ്കാറ്റിനെ നേരിടാറുണ്ട്. പലതരത്തിലുള്ള ചെറുതും വലുതുമായ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഈ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന യാതനകളും കഷ്ടങ്ങളും ഇതുപോലെ തന്നെ സമാനമായ അനുഭവങ്ങളാണ്. പറയുന്നു, ഈ യാത്രയിൽ അനേക കഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാൻ ഇടയാകും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നവീകരണകർത്താവായ മാർട്ടിൻ ലൂതർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്: എൻ്റെ വഴികാട്ടിയായ ദൈവം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ആ വഴികാട്ടി എനിക്ക് വേണ്ടി സകലതും കരുതുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വഴികാട്ടിയായ ദൈവം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ വഴികാട്ടിയിൽ ഞാൻ വിശ്വസിക്കുന്ന അവൻ എനിക്കായി സകലവും കരുതുന്നു. നാം പൗലോസിനെ ആദ്യമായി അറിയുന്നത് വേദപുസ്തകത്തിൽ എവിടെയാണ്? പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ദൈവത്താൽ പിടിക്കപ്പെട്ട ഒരു യഹൂദ പ്രമാണിയായിട്ടാണ് കാണുന്നത്. ആളുകളെ, ക്രിസ്ത്യാനിയാകുന്നവരെ പിടിച്ചുകൊണ്ട് കെട്ടിക്കൊണ്ട് പോകുന്ന, അവരെ ഉപദ്രവിക്കുന്ന അവരുടെ ഒരു പിടിയാളായിട്ടാണ് പൗലോസിനെ കാണുന്നത്. എന്നാൽ തനിക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ അവിടെ എങ്ങനെ പ്രവർത്തിച്ചോ അതിലും 4 മടങ്ങ് അധിക മടങ്ങായിട്ട് ദൈവവിശ്വാസിയായിട്ട്, ക്രിസ്തു വിശ്വാസിയായിട്ട് മാറുകയാണ്. തീവ്രമായ വിശ്വാസം പൗലോസിനെ വഹിച്ചു. പൗലോസിൻ്റെ യാത്ര, അതിന് മരിക്കേണ്ടി വന്നാലും കാര്യമില്ല, അങ്ങനെയുള്ള യാത്രയാണ്. പൗലോസ് യാത്രയുടെ ആരംഭത്തിൽ തനിക്ക് നേരിട്ടത് എന്താണ് ഇവിടെ പറയുന്നത്? യാത്ര ആരംഭിച്ചു. ആരംഭം മുതൽ പ്രതികൂലമായ അന്തരീക്ഷം. ആദ്യത്തെ കാറ്റാണ്, പ്രതികൂലമായ കാറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കപ്പൽ യാത്രയ്ക്ക് കാര്യമായ തടസ്സം നേറ്റു. വാക്യം 27:3 വളരെയധികം കഷ്ടം സഹിച്ചു, സമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കമില്ലാത്ത യാത്രയായി. എന്നാൽ പൗലോസിന് ശതാധിപനോട് സ്വല്പം കൂറുണ്ടായിരുന്നു. പൗലോസിൻ്റെ മേൽ ചില ആനുകൂല്യങ്ങൾ കൊടുത്തു. അതിൻ്റെ ആനുകൂല്യം പൗലോസ് മാത്രമല്ല, ആ കപ്പലിലെ മറ്റ് യാത്രക്കാരും അനുഭവിച്ചു. അങ്ങനെ അവർ യാതൊരു ഗത്യന്തരമില്ലാതെ ശതാധിപൻ വേറൊരു കപ്പൽ മാറിക്കയറുകയാണ്, അലക്സാണ്ട്രിയ കപ്പൽ കയറുകയാണ്. അത് മുൻപോട്ട് ഓടുന്നതാണ്. അവിടെ കാണുന്നത് രണ്ടാമത് എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെ പറയുന്നു: സഹിക്കാൻ പാടില്ലാത്ത കാറ്റ്, സമാധാനം നഷ്ടപ്പെടുത്തിയ കാറ്റാണ് വീണ്ടും അടിക്കുന്നത്. നമ്മുടെ ലോകജീവിതത്തിൽ ഇങ്ങനെയാണ്, മാറി മാറി നമ്മൾക്കൊന്നിൽ നിന്ന് വേറൊന്നിലേക്ക് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ട് രോഗം, ദുഃഖം, ദാരിദ്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സമാധാനമില്ല. ആ കാറ്റാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ സ്വല്പം ആശ്വാസനായി ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ഓടുകയാണ്. മറപറ്റി, നമ്മൾ ലോകജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും, എനിക്ക് സഹായമായിരിക്കും. ആ മറയൊന്നും മറയല്ല. ദൈവത്തിൽ നിന്ന് മറ മാത്രമേ യഥാർത്ഥമായി നമുക്ക് അനുഭവത്തിൽ വരത്തുള്ളൂ. ബാക്കിയെല്ലാം പാഴ്വാക്കുകളായിരുന്നു നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. ഇവിടെ ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ഓടിയിട്ടും യാതൊരു രക്ഷയില്ല. വീണ്ടും കൊടുങ്കാറ്റാണ് അടിക്കുന്നത്. അടുത്ത അടിയാണ് ഈശാനമൂലൻ. ഈശാനമൂലൻ്റെ അതെന്താണ് പറയേണ്ടത്? ഈശാനമൂലൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിന് തുഫാനെന്ന് പറയാം. അതായത് മരങ്ങളുടെ വേര് പോലും പിഴുത് അങ്ങനെ ദൂരെ കൊണ്ട് എത്തിക്കുന്നതാണ് ഈശാനമൂലൻ. സഹിക്കാൻ പാടില്ലാത്ത കാറ്റ്, ആദ്യം അടിച്ച കൊടുങ്കാറ്റ്, രണ്ടാമത് സഹിക്കാൻ പാടില്ലാത്ത കാറ്റ്, മൂന്നാമത്തെ ഈശാനമൂലൻ.
അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഉറക്കമില്ല, ഭക്ഷണമില്ല, അവർ വളരെ കഷ്ടത്തിലായി. അപ്പോൾ പൗലോസ് സാഹചര്യത്തിന് തെളിവിൽ ഇപ്പോൾ പറയുന്നത്, പൗലോസ് പറയാൻ പോകുന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ്. പൗലോസിൽ അവർക്കെല്ലാം വിശ്വാസമുണ്ട്, ദൈവമനുഷ്യനാണ്. പൗലോസ് പറയുന്ന വാക്കിനെല്ലാം അർത്ഥമുണ്ട്. അവർ വിശ്വസിച്ചിരിക്കുകയാണ്. പൗലോസ് പറയുന്ന സഹോദരങ്ങളെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, ഈ യാത്രയിൽ ഈ കപ്പലിന് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും നാശമുണ്ട്. നമ്മളാരും രക്ഷപ്പെടുകയില്ല. ഇത് എന്താണ്? നമ്മൾക്ക് യാതൊരു തരത്തിലും രക്ഷയില്ല. ഈ ചരക്കിന് മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നാശമുണ്ട്. ഏറിയ കഷ്ടം നാം സഹിക്കേണ്ടി വരും. ഭാവിയെ ഓർത്ത് പറയുകയാണ്, ഏറിയ കഷ്ടം നമ്മുടെ മുമ്പിലുണ്ട്, നാം അത് സഹിക്കേണ്ടി വരും. അവരിതിനായിട്ട് എന്ത് ചെയ്തു? അവർ ഭക്ഷ്യവസ്തുക്കളുണ്ടായിരുന്നു, അതും കാട്ടിലെറിഞ്ഞു. ഭാരം കുറയ്ക്കാൻ, കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ കപ്പലിലെ സകല സാധനം എടുത്ത് കടലിൽ എറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും രക്ഷയില്ല. അവർ മുമ്പോട്ട് ഓടുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പൗലോസ് വീണ്ടും പ്രസ്താവന നടത്തുകയാണ്. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ച വേദഭാഗം. ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകളാണ് പൗലോസ്. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ മകൻ ദൂതൻ ഈ രാത്രി എന്നോട് പറഞ്ഞു, പൗലോസെ ഭയപ്പെടേണ്ട, നിങ്ങളിൽ ആർക്കും യാതൊരു അനർത്ഥവും ഉണ്ടാകുകയില്ല, ഒരു തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകുകയില്ല. പക്ഷേ കപ്പൽ നാശമുണ്ടാകും, ചരക്ക് നാശമുണ്ടാകും. നിങ്ങൾ ആർക്കും യാതൊരു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ധൈര്യത്തോടെ ഇരിപ്പീൻ. ശതാധിപൻ വീണ്ടും പൗലോസിനോട് ദയ കാണിച്ചായി പറയുന്നു. അപ്പോൾ കപ്പലിലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, ഇവർ കപ്പൽ മുങ്ങിയാൽ, ഇവർ ചാടി രക്ഷപ്പെട്ടാൽ കൈസറിന് മുമ്പിൽ നമ്മൾ കൈയും കെട്ടി എന്നിട്ട് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെ ആരെയും വിടാൻ പാടില്ല, കൊന്നുകളയണം. ശതാധിപൻ പറഞ്ഞ ഇല്ല, ഒരുത്തരെ കൊല്ലാൻ നീന്താൻ കഴിവുള്ളവർ നീന്തി രക്ഷപ്പെടട്ടെന്നാണ് ഒരു വാചകം അതിനകത്തുണ്ട്. പൗലോസിന് ഒരുത്തിനോട് ദയ എല്ലാവർക്കും ആനുകൂല്യം ലഭിച്ചു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ഒരു ദ്വീപിന്മേൽ തട്ടി വീഴേണ്ടതാകുന്നു എന്ന് വചനത്തിലുണ്ട്. ആ ദ്വീപിന്മേൽ എന്താണ്? അതാണ് മെലിത്ത ദ്വീപിൽ ചെന്ന് ചേരുന്നത്. മാൾട്ട ഐലൻഡ് എന്ന് പറയും. അങ്ങനെ അവരവിടെ ചെന്ന് ചേരുന്നു. അവരുടെ യാത്ര അവിടെ കപ്പലുടഞ്ഞു. എല്ലാവരും നീന്തി ആ ദ്വീപിൽ രക്ഷപ്പെടുകയാണ്. നാം ആദ്യം ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതവും ഒരു യാത്ര, എന്തുവാ ജീവിതയാത്ര. ഈ നമ്മുടെ ജീവൻ ഉള്ള വരയ്ക്കും നമ്മൾ ഇതുപോലുള്ള പല പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് വരുന്ന പ്രതികൂലങ്ങളെയും നമുക്ക് വരുന്ന കഷ്ടത്തെപ്പറ്റിയും നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ദൈവം എനിക്ക് ദോഷം ചെയ്തു, ദൈവം ഇത് എനിക്ക് വരുത്തി വെച്ചതാണ്. അല്ല, ദൈവം നമുക്ക് യാതൊരു തരത്തിലും ദോഷം പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കല്ലാതെ ഒന്നുമില്ല. അതേപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ വിജയത്തിൽ നമ്മൾ ആഘോഷിക്കും. നമ്മുടെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായ വിധത്തിൽ നമ്മൾ തന്നെ പുകഴ്ച പറയും. എല്ലാവൻ്റെ കഴിവിൻ നിമിത്തം ഞാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കഴിവിലൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കഴിവിൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പുകഴ്ചയാണ് പറയുന്നത്. നമ്മൾ വാഹനം നിയന്ത്രിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് പറയുന്നു, ഇതിലോട്ട് അപകടം പറ്റാമായിരുന്നു, പക്ഷേ ഞാൻ അവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ദൈവം തമ്പുരാൻ നിൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ദൈവം തമ്പുരാൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നീ അറിയാതെ നിൻ്റെ വാഹനത്തിൻ്റെ, നീ എന്ത് വാഹനമായിക്കൊള്ളട്ടെ, അവിടെ നിന്നെ സഹായിക്കുന്ന, നിന്നേക്ക് പ്രതികൂലമില്ലാത്ത സാഹചര്യം ഉരുവാക്കി തരുന്നത് ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ വാക്കുകൾ നിരർത്ഥകമെന്നാണ് തന്നെ ഞാൻ പറയുന്നത്. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആശ്രയം നമുക്ക് ആവശ്യമാണ്. പക്ഷേങ്കിൽ ആശ്രയത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, those who roar like lion in peace time will seek a safer place like a deer in war time. ഒരു വലിയ എഴുത്തുകാരൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ സമീപത്തിൽ വായിച്ച ഒരു കാര്യമാണ്. സമാധാന കാലത്ത് സിംഹത്തെ പോലെ ഗർജിക്കുന്നവൻ പ്രശ്നങ്ങളുടെ സമയത്ത് മാൻപേടയെ പോലെ തലയൊളിക്കാൻ ഇടം തേടും. ഇതാണ് അർത്ഥം. അതിന് വ്യാപകമായി പറഞ്ഞാൽ, നമ്മൾ നല്ല കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഥകൾ പറയാൻ നമ്മുടെ ആളുകൾ വരും.
നമ്മുടെ ആരെങ്കിലും ആട്ടെ, നമ്മുടെ കൂട്ടുകാരാകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ, അവർ പറയും അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്, ഞാനില്ലേ, ഞങ്ങളില്ലേ, എല്ലാം ഒന്നും വിഷമിക്കണ്ട. പക്ഷെങ്കിൽ നമ്മുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നോബഡി വിൽ ബി സീൻ, ആരെയും കാണത്തില്ല. തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത്. സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്, സഹായം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായ വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ട് പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് അനുഭവത്തിൽ വിളിച്ചത് പറയുന്ന അന്നേരം ഈ വാക്ക് പറഞ്ഞതിനൊന്നും കാണത്തില്ല, ഏതെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയും, അതായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്ന് പറയും. ഈ ജീവിതത്തിൽ ദൈവത്തിൽ നമ്പുന്നത് പോലെ, വിശ്വസിക്കുന്ന പോലെ ആ മനുഷ്യരിൽ നമ്പിയാലൊന്നും പ്രയോജനമൊന്നുമില്ല. നമ്മളൊന്നുമില്ല. വി ആർ നത്തിങ് ആൻഡ് വി ഹാവ് നത്തിങ്. ദൈവം തരുന്നതല്ലാണ്ട്, ദൈവം തന്നുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് വേറെ യാതൊന്നും നമുക്കില്ല. ജീവിതത്തിൽ നമ്മുടെ ബലത്തിൽ ഒന്നും നടക്കുന്നില്ല, യാതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഊസ് ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് തന്നെ ആ ദേശത്ത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ അത്രമാത്രം ആരാധിച്ച മനുഷ്യനായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ സകലവും നഷ്ടപ്പെട്ടു, സകല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നു, അതിനുശേഷം പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിട്ടു. മക്കൾ മരിച്ചു പോകുന്നു, ഭവനം നശിക്കുന്നു, ആടുമാടുകൾ, ഈ ധനാഢ്യൻ്റെ സകലവും നഷ്ടപ്പെടുന്നു. ഭാര്യ മാത്രം ജീവനോടുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത്. താൻ അവസാനം നിരാശനായി ദേഹം മുഴുവൻ വ്രണവുമായിട്ട് ഓട്ട് കഷ്ണം എടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ തൻ്റെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ വൈഫ് പോലും, എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, എൻ്റെ ശ്വാസം ദുർഗന്ധമായിട്ട് മാറിയിരിക്കുകയാണ് അവൾക്ക്, എൻ്റെ അടുത്ത് പോലും വരുന്നില്ല, സകലരും ഉപേക്ഷിച്ചു, പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവസാനം ഈ ധനാഢ്യനായ മനുഷ്യൻ്റെ ഒന്നുമില്ലാതായ അവസരത്തിലും താൻ ദൈവത്തെ കൈവിടാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പലപ്പോഴും പല സാക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കൈവിടുകയില്ലെന്ന് യോബിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ പറ്റി തനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ ലഭിച്ചു. തൻ്റെ മക്കൾ എല്ലാവരും ലഭിച്ചു. തനിക്ക് 140 വർഷം വീണ്ടും ജീവിച്ചിരിക്കാൻ ഈ ഭൂമിയിൽ സമയം ലഭിച്ചു. എല്ലാം ദൈവത്തിൻ്റെ. ഇതിനെ ജീവിതത്തിൽ ഈ പൗലോസിനുണ്ടായതും യോബിനുണ്ടായതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗതിമാറ്റം അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ എന്ന് പറയാം. നമ്മൾ വെള്ളത്തേക്ക് പോകുന്നു, നമ്മൾ നന്മയിലേക്കാണ് പോകുമ്പോൾ നമുക്കൊരു തടസ്സം ഏർപ്പെടുന്നു. ഈ തടസ്സം ഏർപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെയും പറയും, മനുഷ്യരെയും പറയും, എല്ലാം നാശമായിപ്പോയി, ഒന്ന് നമുക്ക് അവിടെ പോകണ്ട. പക്ഷേ അവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് ദൈവം തമ്പുരാനാണ്. നീ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ എ ഡേഞ്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഒരു അപകടം നിനക്ക് വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്നെ തടഞ്ഞതാണ് നിനക്ക് നന്മ വന്നത്. ഇതിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. മോശയുടെ ജീവിതത്തിൽ നോക്കിയാൽ മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന കാരണത്താലാണ് മോശയ്ക്ക് ഈ പദവിയിലെത്താൻ കഴിഞ്ഞത്. അതൊരു ബ്രേക്ക് ത്രൂ ആണ്. ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് ഫറവോൻ്റെ ജയിലിൽ കിടക്കുകയാണ്. അവിടുന്ന് അനേക വർഷങ്ങൾ, 17 വർഷങ്ങളോളം ജോസഫ് അവിടെ തൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ തീച്ചുകളിൽ കൂടി കടന്നുപോയതായിട്ട് പറയുന്നു. അതിനുശേഷം ഫറവോന് സമാനമായ പദവിയിലെത്താൻ അവന് കഴിഞ്ഞു. ഇതൊരു ബ്രേക്ക് ത്രൂ അല്ലേ? ഇങ്ങനെ അതിനുശേഷം ഇത്രമാത്രം ഫറവോൻ പറയുന്നു, ഇങ്ങനെ ഇവനെപ്പോലെയുള്ള മനുഷ്യനെ ഈ മിസ്രൈം ദേശത്ത് കാണാൻ കിട്ടുമോ എന്ന് ചോദ്യമുണ്ട്. തൻ്റെ ഓഫീസേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ആ നന്മ നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ ഇതുപോലുള്ള അനേക സംഭവങ്ങൾ കാണാം. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും അനേക ബ്രേക്ക് ത്രൂകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കപ്പോൾ നിരാശ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, എനിക്കത് കിട്ടിയില്ലല്ലോ, ആ ജോലിക്ക് വേണ്ടി ഞാൻ പോയി, ഇൻ്റർവ്യൂവിന് ഞാൻ ഫെയിലായിപ്പോയി. പക്ഷേ അതിലും മേൽത്തരമായതൊന്നും നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് ഇത് അസുഖം. പക്ഷെങ്കിൽ ഈ അസുഖം നിന്നെ കൊല്ലുവാൻ വേണ്ടിയല്ല, നിനക്കൊരു വേക്കപ്പ് കോൾ മാത്രമാണ്. നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്, നീ തിരുത്തണം. അത് കണ്ടുപിടിക്കാനൊരവസരം തരികയാണ്. അല്ലാതെ നമുക്ക് ദോഷമായി ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം ചെയ്യുന്ന നന്മകൾ മാത്രമാണ്. ആ നന്മയെ നാം ഉൾക്കൊള്ളാനും
അവന് സ്തുതി പറയാനും നാം മറന്നു പോകരുത്. ദൈവം നമ്മളിൽ നിന്ന് വേറെ ഒന്നും, നമ്മുടെ വസ്തുവകൾ വേണ്ട, നമ്മുടെ പണം വേണ്ട, യാതൊന്നും വേണ്ട. ദൈവം ചെയ്യുന്ന നന്മകൾക്കൊരു സ്തുതിയും സ്തോത്രവും അല്ലാണ്ട് യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. അത് നമ്മൾ കൊടുക്കാൻ മറക്കുന്നുവെങ്കിൽ, നമ്മൾ മടി കാണിക്കുന്നെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര നേരം സംസാരിപ്പാൻ എനിക്ക് സമയം, സൗകര്യം, ആരോഗ്യം തന്ന ദൈവത്തിൽ നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ മെസ്സേജിൽ നിന്നും വിരമിക്കുന്നു.